മാത്രമാണ് ആത്മാവിൻ ആലംബം. തിരുനാമമൊന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. ഒരു മാത്രനേരം പോലും പിരിയാത്ത മിത്രമായി അണികയാണെന്നെ ശരിയായ മാർഗത്തിൽ ഇടരാതെ മുന്നേറാൻ ഒളിയേ കൃപപാലകനെ പരനേ തിരുകൃപയാൽ തവ ഗതിയെ അനുഗമിക്കാൻ വരനേ സുഖ പരമാത്മജ കരുണാമയ സദയം എൻ ജീവനാദനാ എൻ പ്രിയ യേശുവേ. തിരുനാമമൊന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. തിരുനാമമൊന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. യഹോവേ, നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായപ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാവുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. നമ്മുടെ ഈ MGOCS യൂണിറ്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഈ സമ്മേളനത്തിൽ MGOCSന്റെ കേന്ദ്ര ഭാരവാഹികളായ ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ ഏറ്റവും സ്നേഹം നിറഞ്ഞ റീസച്ചനും അതുപോലെ കമ്പിയച്ചനും ഷൈജുവച്ചനും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇവരുടെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം മൂലമാണ് നമുക്ക് ഇന്നൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങുവാനായിട്ട് സാധിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഷന്മാശനും കാണിക്കുന്ന താല്പര്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട വറീസത്തിനെയും കമ്പിയച്ചനെയും അതുപോലെ ഷൈജു ഷന്മാശനെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്ന സജീവമായ സഹകരണങ്ങൾ ഏറ്റവും വലിയ സഹകരണം വാഗ്ദാനം ചെയ്ത ബഹുമാനപ്പെട്ട ഇടവക വികാരി അച്ഛൻ, വാഴക്കിലത്തിന് അസിസ്റ്റന്റ് വികാരി വിരൻ സക്കറിയാച്ചൻ, ഇവരുടെ അസാന്നിധ്യത്തിൽ ഇവരെ നമ്മുടെ പ്രത്യേകം സ്മരിക്കുകയും ഈ സമ്മേളനത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ഈ പ്രവർത്തനത്തിന്റെ തന്നെ നെടുന്തൂണുകളായ നിങ്ങളെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും. കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത ഈവന്യൂസ് തിരുമേനി എപ്പോഴും പറയുന്ന, നമ്മൾ യുവാക്കന്മാരോടും യുവതികളോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുരിശ് വരയ്ക്കുക, കുരിശ് ധരിക്കുക, കുരിശ് വഹിക്കുക. നമ്മളുടെ MGOCSന്റെ തീം സോങ്ങും അത് തന്നെയാണ്. കുരിശിന്റെ വഴിയെ പോയിടാം നാം, കുരിശെടുത്തെന്നും മുന്നേറിടാം. ജീവിതയാത്രയിൽ വിജയം വരിക്കാം, കുരിശിന്റെ പോരാളിയായിരിക്കാം. കുരിശെന്നും ആയുധമാക്കുക നാം, കുരിശു വരയ്ക്കാം, കുരിശു ധരിക്കാം, കുരിശിൻ സ്നേഹം നാം പങ്കുവയ്ക്കാം. കുരിശു വരയ്ക്കാം, കുരിശു ധരിക്കാം, കുരിശിൻ സ്നേഹം നാം പങ്കുവയ്ക്കാം. കുരിശെന്നും ആയുധമാക്കുക നാം, കുരിശിന്റെ വഴിയിൽ പോയിടാം നാം, കുരിശെടുത്തെന്നും മുന്നേറിടാം. കുരിശിന്റെ വഴിയിൽ പോയിടാം നാം, കുരിശെടുത്തെന്നും മുന്നേറിടാം. ജീവിതയാത്രയിൽ വിജയം വരിക്കാം, കുരിശിന്റെ പോരാളിയായിരിക്കാം. കുരിശെന്നും ആയുധമാക്കുക നാം, കുരിശെന്നും ആയുധമാക്കുക നാം, കുരിശെന്നും ആയുധമാക്കുക നാം. നമ്മളുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ട് ഇവിടെ ആഗതനായിരിക്കുന്നത് MGOCSന്റെ ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് അച്ഛനാണ്. അച്ഛൻ എല്ലാവർക്കും സുപരിചിതനാണ്, നല്ലൊരു പ്രാസംഗികനാണ്. അച്ഛന്റെ പ്രസംഗം കൺവെൻഷനിലും മറ്റും നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നതാണ്.
അച്ഛനെ ഏറ്റവും ബഹുമാനപൂർവ്വം ഇനാഗുറൽ സ്പീച്ചിന് വേണ്ടി അതിനുശേഷം ദീപം കൊളുത്തി നമ്മളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഒരു യൂണിറ്റ് നമ്മുടെ സെന്റ് കിറ്റ്സ് കോളേജിനോടനുബന്ധിച്ച് ചാപ്പലിൽ വെച്ച് ആരംഭിക്കുന്നത്. വളരെയധികം പ്രതീക്ഷകളും അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് മുഖാന്തരം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും ഏറ്റവും അധികം ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സംരംഭത്തിന് മുതിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വൈദികനായി മലങ്കര സഭയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പം കോട്ടയം ഭദ്രാസനത്തിൽ അഭിവന്യ ഈവാനിയോസ് തിരുമേനി എനിക്ക് തന്ന രണ്ടാമത്തെ പള്ളി ഇതാണ്. ഞാൻ ഏകദേശം 3 വർഷം ഇവിടെ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഒന്നരാടൻ ഞായറാഴ്ചകളായിരുന്നു എന്ന് മാത്രം. അന്ന് എന്റെ കൂടെ സഹകരിച്ച പലരുടെയും പുത്രിമാരും പുത്രന്മാരും ഇന്നിവിടെ ഈ യൂണിറ്റിനൊക്കെ നേതൃത്വം നൽകാനുണ്ട് എന്നുള്ളത് എനിക്ക് ഏറ്റവും അധികം സന്തോഷകരമാണ്. ഇടശ്ശേരിയുടെ മകൻ ഹരികുമാർ എഴുതിയ ഒരു കഥ, അത് വളരെ രസകരമായി എനിക്ക് തോന്നി. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരാൾ. അതാണ് തലക്കെട്ട്, എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരാൾ. അതിൽ ഒരു വ്യക്തി സ്വയമേവ കഥ അവതരിപ്പിക്കുകയാണ്. അതൊരു പർട്ടിക്കുലർ ലിറ്റററി സ്റ്റൈലാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ദ ഇൻഡിവിജ്വൽസ് നെയിം ഡസൻറ്റ് മെൻഷൻ ഇൻ ദി സ്റ്റോറി. The individual is actually working behind the curtain. So his name is never mentioned in this story. That's why the title is എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരാൾ. ആ വ്യക്തി സ്വയമേവ പേര് പറയാതെ ഒരു കഥ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു ദിവസം സ്കൂളിലേക്ക് പോയപ്പോൾ നല്ലൊരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. വലിയൊരു ആഗ്രഹം ഈ പൂച്ചക്കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു. അവനെ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. പാല് കൊടുത്തു, അല്പം ചോറ് കൊടുത്തു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പച്ചനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ എന്തിനാണ് ആ പൂച്ചക്കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നെന്നും പറഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് ഈ പൂച്ചക്കുഞ്ഞ് വണ്ടി കയറി ചത്ത് കിടക്കുന്നതാണ്. മനസ്സിലൊരു കനലായി ഈ അനുഭവം നിലനിന്നു. വർഷങ്ങൾ കഴിഞ്ഞു, വിവാഹം കഴിച്ചു. ഒരു ദിവസം ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഒരു സാരി വാങ്ങിക്കാൻ പോയി. ഭാര്യ ഇഷ്ടപ്പെട്ട സാരി ഒരു 3 ടെക്സ്റ്റൈൽ ഷോറൂമിൽ കയറിയിട്ടും കിട്ടിയില്ല. യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈലിൽ നിന്ന് മറ്റൊരു ടെക്സ്റ്റൈലിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു അനാഥ പെൺകുച്ചിനെ ഈ മനുഷ്യൻ കണ്ടു. ആ പെൺകുട്ടിയുടെ ദയനീയ ഭാവം കണ്ടിട്ട് ഭാര്യയോട് ഈ മനുഷ്യൻ പറഞ്ഞു, നമുക്ക് ഈ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും. ഉടനെ ഭാര്യ പ്രതികരിച്ചത്, പിന്നെ എങ്ങനെ ഇത് നമുക്ക് അഭിമുഖീകരിക്കാൻ ഒക്കും? എന്നെ ഒരു ചെറിയ സഹായം കൊടുത്തതിനെ പറഞ്ഞു വിടുകയല്ലേ വേണ്ടി. എന്നാലും ആ അനാഥ കുഞ്ഞിന്റെ അനാഥത്വം ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവസാനം ഭാര്യ ആഗ്രഹിച്ച സാരി 2ാമത്തേതും 3ാമത്തേതും 4ാമത്തേതും അല്ല 5ാമത്തെ കടയിൽ കിട്ടി. സാരി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭാര്യ ഈ മനുഷ്യനോട് പറഞ്ഞു, നമുക്ക് അനാഥ കൊച്ചിന് വേണ്ടി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം. കഥയൊന്ന് തീരുകയാണ്. ഒത്തിരി ആഗ്രഹങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ സിസ്റ്റത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹമെല്ലാം വളരെ ഹൈഫൈ ആയിട്ടുള്ള ഒരു ജീവിതം, ടു മച്ച് സക്സസ്ഫുൾ ഇൻ അവർ ലൈഫ്. അവിടെ നമ്മുടെ വെലോസിറ്റിയും നമ്മുടെ സ്പീഡും വളരെ ശക്തമാണ്. എന്നാൽ ഈ ഒരു ത്വര നേതൃത്വം ഏറ്റെടുക്കുവാനും അഭിവൃദ്ധികൾ കെട്ടിപ്പിടിക്കുവാനുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞിരിക്കുക. പക്ഷെ അറിയാതെ മനുഷ്യത്വവും ദൈവസ്നേഹവും നമ്മിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. നമ്മുടെ സംസാരം ആഗ്രഹിക്കുന്ന പ്രായമായ മനുഷ്യർ, നമ്മളൊന്ന് പാറ്റ് ചെയ്യേണ്ട ആരുപോലും ഇല്ലാത്ത ചില മനുഷ്യർ, നല്ലൊരു സംസാരം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, എല്ലാത്തിലും ഉപരി സഹജീവികളും ഈ പ്രകൃതിയും, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുകയാണ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ള വ്യഗ്രത. അതിന്റെ നടുവിൽ ഇന്നത്തെ വലിയൊരു പ്രശ്നം മനുഷ്യത്വം ബന്ധിക്കപ്പെടുകയാണ്. അത് ചില ഭാര്യഭർത്തൃ ബന്ധത്തിലോ അധികാര താല്പര്യത്തിന്റെയോ അധിനിവേശത്തിന്റെ താല്പര്യത്തിലോ ഒക്കെ മനുഷ്യത്വം ബന്ധിക്കപ്പെടുകയാണ്.
ഒരു ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. മണ്ണാറ കോളനിയിലെ ജോജി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഇന്നലെ കണ്ടു. ബഹുമാനപ്പെട്ട ഷൈജു ചമ്മാസിന്റെ കൂട്ടുകാരനാണ്. ചമ്മാസിന്റെ കാര്യം പറഞ്ഞാണ് എന്നോട് പരിചയപ്പെട്ടത്. 26-ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിൽ വെച്ച ഒരു ആക്സിഡന്റിൽ ശരീരത്തിന്റെ ചലനം മുഴുവൻ അറ്റുപോയി. പിന്നെ ദൈവാനുഗ്രഹത്താൽ പ്രാർത്ഥനയൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ശ്രവണശേഷിയും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടി. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന മനുഷ്യനിപ്പം അവന്റെ ഗതികേടിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ഒട്ടും നിരാശപ്പെടാതെ പ്രത്യാശയോടെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ചില പാട്ടുകൾ എഴുതി ആ പാട്ടുകൾ CD-യാക്കി വിൽക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ വീൽ ചെയറിൽ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പെൺകൊച്ച് തീരുമാനിച്ചു, ഈ മനുഷ്യനെ ഞാൻ ശുശ്രൂഷിക്കാവുന്നു. അങ്ങനെ ജോജിയുടെ കല്യാണം നടന്നു. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. കാരണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ശക്തമായ ചില നേട്ടങ്ങളുടെയും വ്യക്തിപരമായ താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇന്നും ചില മനുഷ്യരെങ്കിലും ഈ സക്സസ്ഫുൾ ലൈഫിന് അപ്പുറമായി, ഒരു മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് അപ്പുറമായി ജീവിതത്തിന് വില കൊടുക്കുന്ന ചില മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങള് പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടുന്ന നല്ല വിദ്യാർത്ഥികളാണ്. യു ആർ സോ ഫോർച്ചുനേറ്റ് ടു ബി ഹിയർ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ എൻവയൺമെന്റ് of your college and particularly about your professional curriculum. പക്ഷെ അതേ സമയത്ത് തന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിന്തിക്കണം, പരസ്പരമുള്ള സ്നേഹവും ദൈവത്തോടുള്ള കടപ്പാടും മനുഷ്യബന്ധങ്ങളും നമ്മുടെ ഈ പ്രൊഫഷണലിസത്തിന്റെ നടുവിൽ ബന്ധിക്കപ്പെടുന്നുണ്ടോ? അതിനപ്പുറമായി പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനം വാഗ്ദാനം ചെയ്യുന്നതും. ഒരു വൈദികൻ എന്ന നിലയിൽ കോളേജിൽ പ്രവർത്തിക്കുകയാണ്. ഒത്തിരി ആഗ്രഹമുണ്ട് വൈദികന്റെ ശുശ്രൂഷ ചെയ്യാൻ. എന്നാൽ കോളേജിലെ എൻവയറൺമെന്റ് കാരണം വൈദികന്റെ ശുശ്രൂഷ ചെയ്യാൻ ഒക്കുന്നില്ല. ദൈവസ്നേഹം അല്ലെ മനുഷ്യത്വം ബന്ധനത്തിലാക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല പോസ്റ്റുകളിലൊക്കെ പരീക്ഷയ്ക്ക് ശേഷം പഠനത്തിന് ശേഷം എത്തിച്ചേരുന്നു. ഒത്തിരി നല്ല ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സഹായിക്കണമെന്നും വേറൊരുത്തരോട് കരുണ കാണിക്കണമെന്നുമുണ്ട്. പക്ഷെ കമ്പനി സിസ്റ്റം അനുവദിക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ മെൻഷൻ. ദ പ്രോബ്ലം ഓഫ് എന്താ? യഥാർത്ഥത്തിൽ മനുഷ്യത്വം ബന്ധിക്കപ്പെടുകയാണ്. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും ഇത് വരാം. ഞാൻ ഒരു വാക്ക് മാത്രമേ സന്ദേശമായി പറയുന്നുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാത്തിലും വലുത് ദൈവസ്നേഹമാണ്. ദൈവം മനുഷ്യനിൽ വസിക്കുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന മഹത്തരമായ ഗുണമാണ് മനുഷ്യത്വം. മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒന്നും അതെത്ര ശ്രേഷ്ഠമായി തീർന്നാലും അത് ദൈവത്തിനു മുൻപാകെ അംഗീകരിക്കപ്പെടത്തില്ല. ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് തെളിയുന്നത് ഉപയോഗിക്കാൻ കിട്ടിയ ഇക്വിപ്മെന്റ്സിന്റെ ആ ഒരു ക്ലാരിറ്റി അറിയാൻ വേണ്ടി അങ്ങ് അകലെ കണ്ട ഒരു ബോട്ടിലെ 2 മീൻപിടുത്തക്കാർക്കിട്ട് നേരെ വെടിവെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ടു ടെസ്റ്റ് ദി എക്സ്പേർട്ട്നെസ് ഓഫ് ദി ഇക്വിപ്മെന്റ്. ഇതാണ് പലരുടെയും മനസ്സിലിരിക്കുന്നത്. കയ്യിലിരിക്കുന്ന ടൂൾസിന്റെ മൂർച്ച അറിയാൻ സാധാരണക്കാരന്റെ ശരീരം മുറിക്കുന്നവനും മറ്റൊരുത്തന്റെ ചെവിക്കകത്തൊക്കെ വെടിവെക്കുന്നവനും. അതാണ് സക്സസ്ഫുൾ ലൈഫിന്റെ മോഡേൺ ചിത്രം. ഇതിനിടയിൽ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ, യഥാർത്ഥത്തിൽ ദൈവസ്നേഹം തിരിച്ചറിയുവാനും പഠിക്കുന്നതിനോടൊപ്പം ജീവിതത്തിന്റെ ഉന്നതമായ നേട്ടങ്ങൾ അത് പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം ദൈവസ്നേഹം നഷ്ടപ്പെടാതെ പരസ്പരം സ്നേഹിക്കുവാനും കരുണയുള്ളവരായി ജീവിപ്പാനും അവനവന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ബോധ്യം അതിൽ നിലനിൽപ്പാനും ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധനായ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. മാളേക്കൽ റബ്ബാച്ചൻ നല്ല രീതിയിൽ നിഷ്ഠയോടെ ജീവിച്ച മഹാനായ വ്യക്തിയാണ്. അഭിമന്യ തേവോദോസ്യോസ് തിരുമേനിയും ആ ഒരു ദൗത്യ നിർവഹണത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന വ്യക്തിയാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയാണ് ഈ ചാപ്പലിന് കല്ലിട്ടത്. അതുകൊണ്ട് ഈ സ്ഥലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ഒരാഴ്ചത്തെ പഠനത്തിനിടയിൽ അല്പസമയം ഇവിടെ വന്ന് വിശ്രമിച്ചാൽ തന്നെ അത് ദൈവാനുഗ്രഹത്തിന്റെ അളവറ്റ നിമിഷങ്ങളായിരിക്കും. ആളുകൾ കൂടുതലുള്ളതല്ല, കടന്നു വരുന്ന ആളുകളുടെ താല്പര്യമാണ് എല്ലാ ഓർഗനൈസേഷന്റെയും ശക്തി. നമുക്കറിയാം 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിന്റെ ഒരു ക്വിക്ക് റീസൺ എന്ന് പറയുന്നത്
സബർമതി ആശ്രമത്തിൽ 30 സത്യാഗ്രഹത്തിന് ഗാന്ധിജി നയിച്ച സമരമാണ്. അദ്ദേഹം ആദ്യം സബർമതി ആശ്രമത്തിൽ നിന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ കൂടെ പോരാൻ ആരുമില്ലായിരുന്നു. അങ്കുലി പരിമിതം എന്ന് പറയാം, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അനുധാവനം ചെയ്യാറുള്ളൂ. ആ സമയത്ത് ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, നെവർ കൗണ്ട് ദ നമ്പർ ആൻഡ് ലുക്ക് ബാക്ക്വേർഡ്, ഗോ എഹഡ്. പുറകോട്ട് തിരിഞ്ഞ് ആരൊക്കെ ഉണ്ടെന്ന് എണ്ണന്റെ ആവശ്യമേ ഇല്ല. ലക്ഷ്യം നല്ലതാണെങ്കിൽ, അതുപോലെ തന്നെ മനസ്സിന് ഒരു ഡിറ്റർമിനേഷൻ പവർ ഉണ്ടെങ്കിൽ മുൻപോട്ട് പോകുക. നടത്തുന്നത് ദൈവമായിരിക്കും. സർവ്വവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. സെന്റ് കോളേജിലെ പാത്താവട്ടം ചാപ്പലിനോടനുബന്ധിച്ച് നിർവഹിക്കപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, BA പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അവിടുത്തെ MQCSSന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അവിടെ പ്രവർത്തിച്ച സമയത്ത് അവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ അന്ന് ആ കോളേജിന്റെ അടുത്ത് തന്നെ മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അന്ന് വർഗീസ് സുരേഷ് ഷമ്മാശനായിട്ട് അവിടെയുണ്ട്. പലപ്പോഴും അന്ന് ഈ അച്ഛന്റെയും നല്ല ഒരു കരുതലും പ്രോത്സാഹനവും കൈത്താങ്ങലുമൊക്കെ അന്ന് ആ യൂണിറ്റിന് 2 വർഷവും ലഭിച്ചു. അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒരുപക്ഷെ ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായതും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ ആ നിലയിലുള്ളതായ പല ആൾക്കാരുടെയും സഹകരണവും ആകാമെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പല മേഖലകളിലായിട്ട് പ്രവർത്തിക്കുന്നവരുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പലപ്പോഴും ഈ ചാപ്പലില് അലക്സിനോടും അതുപോലെ തന്നെ കാപ്പിയോടും മറ്റുള്ളവരോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്നതായ കാലം താകുന്ന ഈ ജീവിതത്തിൽ ആഴ്ചയിൽ 1 അല്പസമയം ദൈവസന്നിധിയിൽ മാറ്റിവെക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്, അത് വലിയൊരു അനുഗ്രഹം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. ആ കൂട്ടായ്മ നിങ്ങളെ ഏറ്റവും കൂടുതൽ ശക്തരാക്കും. ജീവിതത്തിൽ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനായിട്ടുള്ള കഴിവ് ഇതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ യൂണിറ്റിന് എല്ലാ ആശംസകളും നേരുന്നു. MGOCSM സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധനായ പരിമൾ തിരുമേനിയുടെ നാമത്തിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചാൽ എല്ലാത്തിനും ഫലമുണ്ടാവും എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അനുഭവമുണ്ട്. തിരുമേനിയെ കുറിച്ചുള്ള ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം. പരിശുദ്ധൻ താവൻ
ആശ്രയമേശുദ്ധൻ പരുമല തിരുമേനി വലയുന്നോർക്കെല്ലാം ആശ്രയമേശുദ്ധൻ പരുമല തിരുമേനി പനിനീരിൻ കുസുമം പരിമള കൃപയേകി നിർമ്മല തിരുമേനി അത്തിയടിയാക്കാം പച്ചപ്പനിനീരും സ്വച്ഛജലം കാട്ടി നിശ്ചലമാടുകളെ മേച്ചോരു നല്ലിടയ മണമുയരും പൂവി മണിമേച്ചിൽ പുറവിൽ മണിമേച്ചിൽ പുറവി മണിനാഥമുയരും പരുമല മന്ദിരമേ മണിമേച്ചിൽ പുറവി മണിനാഥമുയരും പരുമല മന്ദിരമേ മാർഗീഗോരിയോ പരിപാവനതാദാ പരിജോടു ഞങ്ങൾക്കാ പരലോകത്തേക്കാം. MGOCSMന്റെ ആദരണീയ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട കുര്യൻ സക്കറിയാച്ചൻ, ബഹുമാനപ്പെട്ട ഷൈജു സമാച്ചൻ, ജിതിൻ സാറ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജിതിൻ സാർ ഓർപ്പിച്ചതുപോലെ ആദ്യ മീറ്റിങ്ങിന് ഏകദേശം പള്ളി നിറച്ച് ആളായിരുന്നു. ഈ മീറ്റിംഗിൽ കുറഞ്ഞു. അതിന് പ്രത്യേക കാരണമുണ്ട്. ഇനിയുള്ള മീറ്റിംഗില് പള്ളി നിറയെ സ്റ്റുഡൻസ് വരുവാൻ തക്കവണ്ണം ഇടയാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഭഗവത്ഗീതയുടെ ആശയങ്ങൾ മുഴുവൻ 2 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നാ പറയുന്നത്. ഒന്ന് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന അർത്ഥമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം ഈ വാക്യം പറയുന്നുണ്ട്. ഇതേ ആശയം പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? മറ്റുള്ളവരുടെ ഉള്ളിലെ ദൈവാംശത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിക്കുവാൻ സാധിക്കുമ്പോൾ MGOCSM അതിന് ഒരു മുഖാന്തരമാകട്ടെ. ഇത് തന്നെ പറഞ്ഞ ഒരു വാക്യമുണ്ട്. കുശവന് കളിമണ്ണും കുലാലന്റെ ചക്രവും ഉണ്ടെങ്കിലും താടനത്തിനുള്ള വടി കയ്യിൽ വെച്ചാൽ കലമുണ്ടാകുകയില്ല. മറിച്ച് കുശവനുള്ളിൽ ചിന്തിക്കണം, ഒരു മൺപാത്രം മെനയണം. ആ ഒരു ആഗ്രഹത്തോടെ അവൻ താടനത്തിലുള്ള വടിയും കളിമണ്ണും ഉപയോഗിക്കുമ്പോൾ മാത്രമേ കളിമൺ പാത്രം മെനയപ്പെടുന്നു. നമ്മൾ ആഗ്രഹിക്കണം രൂപാന്തരപ്പെടാൻ, ദൈവാംശത്തെ തിരിച്ചറിയാൻ, മറ്റുള്ളവന്റെ ഉള്ളിലുള്ള ദൈവികതയെ തിരിച്ചറിയുവാൻ. ദൈവം അത് നമുക്കിടയാകട്ടെ. കൂടുതൽ ശക്തമായി ഈ യൂണിറ്റ് ഈ പ്രദേശത്തിന് അനുഗ്രഹമായി വരുവാൻ തക്കവണ്ണം പ്രതീക്ഷിക്കലും ഉന്നമനം ഈ യൂണിറ്റിന് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഇടവകയുടെ സപ്പോർട്ടുണ്ട്. ബഹുമാനപ്പെട്ട സജി ഇതിന്റെ ചുമതലയ്ക്ക് വേണ്ടി ഇടവകയിൽ തന്നെ ആക്കിയിരിക്കുന്നതാണ്. പ്രത്യേക ഏവരുടെയും പ്രവർത്തനങ്ങൾ ഇതിന്റെ വിജയത്തിന് കാരണമാകട്ടെ. അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വിശുദ്ധ മാമോദീസായെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് വരിക. കൂടാതെ ഈ ഇപ്പം സെക്രട്ടറിമാര് അലക്സ് സെക്രട്ടറി, മെയിൽ സെക്രട്ടറി, ഫീമെയിൽ സെക്രട്ടറി, കെറ്റി, പിന്നെ ട്രഷറർ ഇല്ല അല്ല ഒരു ട്രഷറാറുണ്ട്. കൂടാതെ ഓരോ മാസത്തിലും ഓരോ കോർഡിനേറ്റേഴ്സ് പെട്ടെന്ന് നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ ആ ബാച്ചിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ്, പേര്, ഫോൺ നമ്പർ, പള്ളി, ഏത് പള്ളിയിൽ നിന്നാണെന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ മിനിമം. പിന്നെ ബർത്ത്ഡേയും ബ്ലഡ് ഗ്രൂപ്പ്, ഇമെയിൽ ഐ ഡി ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ ക്ലാസ്സുകളിൽ അറിയിക്കുക. ഏതാ വിശുദ്ധ മാമോദീസായെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് അടുത്ത ആഴ്ച വരിക. ബഹുമാനപ്പെട്ട വൈദികർ ആരെങ്കിലും ഉണ്ടാവും, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.
അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളും പിന്നെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യണം. നിങ്ങൾ ഈ കോർഡിനേറ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഒന്ന് കൂടണം തലേ ദിവസം വരുന്നതിന് മുമ്പ് കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യും എങ്ങനെ ഭംഗിയായിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത്. ഓക്കെ, വെറുതെ നമ്മൾ വന്ന് പാട്ടും പാടി പോയിട്ട് കാര്യമില്ല. വർഗീസ് അച്ഛൻ, ആദരണീയനായ തമ്പി വർഗീസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ കുര്യൻ സക്രിയ പെരുവമ്പറ്റം അച്ഛൻ, ഷൈജി സമ്മാശൻ, അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഓർത്തഡോക്സുകാരായ യുവതി യുവാക്കളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്രകാരം ഒരു യൂണിറ്റ് ഉണ്ടായതുവരെ സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഓർത്തഡോക്സുകാരായ യുവതി യുവാക്കളുടെ ശക്തിയും പ്രശസ്തിയും ഉയർത്തി കാണിക്കുവാൻ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റിലൂടെ സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നിത് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും കൃത്യത ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഈ യൂണിറ്റിന്റെ മുഖ്യ പ്രഭാഷകനായി എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വർഗീസ് അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വം ഈ യൂണിറ്റിന് എന്ന് മുതൽക്കൂട്ടാകും. അച്ഛന്റെ ഉപദേശങ്ങൾ ഈ യൂണിറ്റിന്റെ വളർച്ചയ്ക്ക് ഇടയാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. വന്നരായ വർഗീസ് അച്ഛനോട് നന്ദിയും സ്നേഹവും ഈ യൂണിറ്റിന്റെ നാമത്തിൽ അറിയിച്ചു. ഈ യോഗത്തിൽ ആശംസകൾ അറിയിച്ചത് വന്നരായ തമ്പി വർഗീസ് അച്ഛനും വന്നരായ കുര്യൻ സെക്രട്ടറിയച്ഛനും ആണ്. അച്ഛന്മാരോടുള്ള നന്ദിയും സ്നേഹവും ഈ യൂണിറ്റിന്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ശൈലസമാജനും മാത്യു സാറും മറ്റ് അധ്യാപക സുഹൃത്തുക്കളും സഹോദരങ്ങളോടെല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഒന്നിപ്പിച്ചുകൊള്ളട്ടെ. നാം എല്ലാവരും എഞ്ചിനീയർമാരാണ്. ഒരു ഓർത്തഡോക്സുകാരനായ എഞ്ചിനീയർമാരാകും നമുക്ക് അഭിമാനം കൊള്ളുവാൻ സാധിക്കണം. വരും യൂണിറ്റുകളിലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ യൂണിറ്റിന്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.